അമ്മൂമ്മ തനിച്ചാണ് താമസിക്കുന്നത്. പി ജിക്ക് ശ്രുതി അവിടെ നിന്ന് പഠിക്കണമെന്ന് അച്ഛനമ്മൂമ്മ പറഞ്ഞപ്പോൾ അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രായമായ അമ്മൂമ്മയല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അമ്മൂമ്മയുടെ തനി ഗുണങ്ങൾ മനസ്സിലായത്. ശ്രുതിക്ക് അത് ഉപകാരപ്രദമായോ? നമുക്കൊന്ന് നോക്കാം. മാഡം, എൻ്റെ പേര് ശ്രുതി. യഥാർത്ഥ പേരല്ല. ഞാനിപ്പോൾ പി ജി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളുടെ ജില്ലയിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് എൻ്റെ അച്ഛൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിലാണുള്ളത്. അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മയും അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ കുടുംബവും അവിടെയുണ്ട്. ഞങ്ങൾ കൊച്ചച്ഛനെന്നാണ് വിളിക്കുന്നത്. കൊച്ചച്ഛന് ജോലി കണ്ണൂരാണ്. വൈഫിനും കുട്ടികൾക്കും അവിടെ പോയി താമസിക്കണമെന്നുണ്ട് ഇടയ്ക്കെങ്കിലും. പക്ഷേ എന്ത് ചെയ്യാനാണ്, അമ്മൂമ്മ അങ്ങോട്ടേക്ക് പോകില്ല. അതുകൊണ്ട് ഭാര്യ മക്കളോടെ നിൽക്കുകയാണ്. ഞാൻ ചെല്ലുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചച്ഛനോട് പറഞ്ഞു, എടി കുറച്ച് നാളെങ്കിലും എൻ്റെ ഭാര്യ മക്കളും വന്ന് അവിടെ താമസിക്കട്ടെ. കൊച്ചു പിള്ളേരല്ലേ, സ്കൂളിലൊന്നും പോകാറായിട്ടില്ലല്ലോ. കൊച്ചച്ഛൻ്റെ വൈഫിൻ്റെ വീടും കണ്ണൂർ തന്നെയാണ്. ഇവരുടെ ക്വാർട്ടേഴ്സിൽ നിന്നും ഏകദേശം 5-6 കിലോമീറ്റർ ദൂരെയാണ്. വേണമെങ്കിൽ അങ്ങോട്ട് പോകാമല്ലോ. അതുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. 5-6 മാസം അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ തിരിച്ചു വരാമെന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ അവിടേക്ക് പോയപ്പോഴാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അമ്മമ്മയുടെ കൂടെയുള്ള ഒരു ജീവിതം എനിക്കൊട്ടും താല്പര്യമില്ല. കാര്യം പഴയ ടീച്ചറാണ്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിരിക്കും. കാണുമ്പോഴൊക്കെ നല്ല വാത്സല്യമാണെങ്കിലും സ്ഥിരമായിട്ട് അമ്മയുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് എൻ്റെ അച്ഛൻ വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ മതിയെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെ നിന്നെ ഹോസ്റ്റലിൽ നിർത്തുന്നില്ല. അമ്മ അവിടെ ഉള്ളത് എനിക്കും ഒരാശ്വാസമാണ്. നിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അമ്മയൊന്ന് വീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വല്ലാത്ത തലവേദന. പക്ഷേ അമ്മൂമ്മ നല്ല സ്നേഹത്തോടുകൂടിയാണ് എന്നോട് പെരുമാറിയത്. സൂക്ഷിച്ചും കണ്ട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മൂമ്മയും കോളേജിൽ വന്നു. പുള്ളിക്കാരിയുടെ ഒരു സ്റ്റുഡൻറ്റ്, പഴയ സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ കോളേജിലെ ലെക്ചറാണ് അത്രേ. എന്തായാലും എൻ്റെ കൂടെ അമ്മൂമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ കണ്ടു. അയ്യോ, എന്നെ പഠിപ്പിക്കുന്ന ആൾ തന്നെയാണത്. എനിക്കാണെങ്കിൽ കൊള്ളാം, ഇനി അങ്ങനെ എന്നെ കൂടുതൽ ശ്രദ്ധിക്കുമോ, എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുമോ എന്നുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ലൊരു മനുഷ്യനാണ്. ടീച്ചർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കൊച്ചുമോളെ ഞാൻ നോക്കോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്നെ നോക്കി എന്തിനും എൻ്റെ ഉള്ള സ്വാതന്ത്ര്യം മുഴുവനും കളയും. എനിക്കിവിടെ നടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് കറങ്ങി നടക്കാം, ഒന്ന് തുള്ളിത്തുളുമ്പാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഈ സദാചാര പിശാചുക്കളെ കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. സ്വസ്ഥമായിട്ട് ഒരു പ്രേമം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നടക്കാത്ത സിറ്റുവേഷൻ ആണല്ലോ എന്ന് ഞാൻ ഓർത്തു. വരുന്നത് വരട്ടെ, നോക്കാം. എന്തായാലും പഠിച്ചല്ലേ പറ്റൂ. പി ജിയോടെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകണം. കേരളത്തിൽ നിൽക്കുന്നില്ല. വല്ല ബാംഗ്ലൂരോ വല്ല കർണാടകയിലോ ഗോകർണത്ത് എവിടെയെങ്കിലും പോകാം. എങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കാമല്ലോ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. എന്നെ പല സ്ഥലത്തുനിന്ന് നിയന്ത്രിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻ പണ്ടേ ഇത്തിരി സ്ട്രിക്റ്റാണ്. പഠിക്ക് എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. എനിക്ക് സർക്കാർ ജോലി കിട്ടണം അത്രയും. എനിക്കതിലൊന്നും താല്പര്യമില്ല. എന്തായാലും അമ്മൂമ്മയുടെ കൂടെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഗുണമുണ്ടായി. അമ്മൂമ്മ നന്നായി പാചകം ചെയ്യും. എൻ്റെ അമ്മയാണെങ്കിൽ രാവിലെ ധൃതിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജോലിക്ക് പോകും. ഇവിടെ വന്നപ്പോൾ സൂപ്പർ ഫുഡ്. അങ്ങനെയായപ്പോൾ പാചകം പഠിക്കാമെന്ന് വെച്ചിട്ട് ഞാനും അമ്മൂമ്മയുടെ കൂടെ കൂടി. അങ്ങനെയായപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. ഇടയ്ക്ക് അമ്മൂമ്മ എന്നോട് ചോദിച്ചു, എടി നിനക്ക് പഴയ കോളേജിൽ ലൈൻ ഉണ്ടായിരുന്നു എന്നും. എനിക്ക് ലൈനും കുത്തും പുള്ളി വരെയൊന്നും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതും തടി, നീ ഒരു സുന്ദരിയല്ലേ, നിന്നെ നോക്കി ആമ്പിള്ളേരെ വന്നില്ലേ? വന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്? എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലൈൻ അടിക്കരുത്, ഞങ്ങൾ നിശ്ചയിച്ച ആണിനെ മാത്രം നീ കല്യാണം കഴിക്കാവൂ, പ്രേമിക്കരുത്, പ്രേമിച്ചാലും നിൻ്റെ പ്രേമം ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ കുടുംബത്തിന് ചേർന്ന ഒരാളെ ഞാൻ പ്രേമിച്ചാലോ, എങ്കിലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിൻ്റെ അച്ഛന് നിൻ്റെ അപ്പൂപ്പൻ്റെ സ്വഭാവമാണ്. അങ്ങനെ ഇങ്ങനെയായിരുന്നു. അവിടെയും ഇവിടെയും നോക്കി ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ വല്ലാത്തൊരു ജീവിതം. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് 4 മക്കളില്ലേ? അപ്പം അമ്മൂമ്മ പൊട്ടിച്ചിരിച്ചു. എടീ, മക്കളുണ്ടാകാൻ വീട്ടിലിരിക്കുന്നല്ലേ നല്ലത്. പക്ഷേ വീട്ടിലിരിക്കാനല്ലോ അമ്മൂമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാ? അങ്ങേരെ ഒരു അധ്യാപകനായിട്ടല്ലേ എന്നെ കിട്ടിച്ചു കൊടുത്തത്. അതോടുകൂടി എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. സ്കൂളിൽ പോവുക, വരിക, പിള്ളേരെ പഠിപ്പിക്കുക, വരിക, ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മൂമ്മ എന്തായി പറഞ്ഞത്? സ്കൂൾ പുറം ലോകമല്ലേ? എടി പെണ്ണെ, അതല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളൊന്നും നടക്കാൻ സാധിച്ചിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. എങ്ങനെയാണ് നമ്മുടേതായ ഇഷ്ടത്തിൽ നടക്കുക? അത് കൊള്ളാം. അപ്പൂപ്പൻ്റെ കൊച്ചുമോൾ തന്നെ നീ
നിന്റെ അച്ഛനെ പോലെ സദാചാരക്കാരിയാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ, അമ്മയുടെ മോൻ തന്നെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിന്നോട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള സന്ദർഭം കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, നീ 18 വയസ്സ് കഴിഞ്ഞിട്ട് എത്ര നാൾ എൻ്റെ കൂടെ വന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നോട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ നിന്നോട് ഇത് പറയാൻ പറ്റുമോ? ഇപ്പം നീ മുതിർന്ന പെൺകുട്ടിയായി, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിന്നോട് എനിക്ക് ഷെയർ ചെയ്യാമല്ലോ. എങ്കിലമ്മൂമ്മേ, എനിക്കൊരു കാര്യമുണ്ട്. എന്താടി പറ. എനിക്കൊന്ന് പ്രേമിക്കണമെന്നുണ്ട്. ആഹാ, അപ്പം നീ ഇതുവരെ പ്രേമിച്ചില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അച്ഛനെ അമ്മ ഓർത്ത് ഞാൻ ഇതുവരെ പ്രേമിച്ചിട്ടില്ല. അത് കൊള്ളാടി, പ്രേമിക്കുമ്പോൾ എന്തിനാടി അച്ഛനെ അമ്മ ഓർക്കുന്നത്? നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരൻ വരുമ്പോൾ അങ്ങ് പ്രേമിച്ചാൽ പോരെ? എന്നിട്ടും അമ്മ പ്രേമിച്ചു, ഞാൻ പ്രേമിച്ചില്ല. അതെന്താ? അത് പിന്നെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കല്യാണവും കഴിഞ്ഞില്ലേ? അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും. കാലം മാറിയെങ്കിലും വീട്ടിലെ സിറ്റുവേഷൻസ് ഒന്നും മാറിയിട്ടില്ല അമ്മൂമ്മേ. എടി അങ്ങനെയല്ല, ഇപ്പം എത്ര എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ട് അച്ഛനെ അമ്മേനെ നോക്കണ്ട, പ്രേമിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, പ്രേമിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അത് കൊള്ളാം. എടി, പ്രേമിക്കുന്നത് കല്യാണം കഴിക്കാനാണോ? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, പിന്നെ അത്യാവശ്യം ഒരു പിടി, ഒരു വലി, ഒരു ഉന്ത്, ഒരു തള്ള്, ഇതിനൊക്കെയല്ലേ മോളെ? ചെറിയ കുറുമ്പുകളൊക്കെ ഇല്ലാതെ എന്ത് പ്രേമം? അപ്പോൾ പ്രേമിക്കുന്ന ആളെ കല്യാണം കഴിക്കണ്ടേ? എടി, പ്രേമിക്കുന്ന ആൾക്കാരെല്ലാം കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണിന് 10 ഭർത്താവ് കാണില്ലേ? അല്ലെങ്കിൽ ഒരു പുരുഷന് 15 ഭാര്യമാരെ കാണില്ലേ? അതുകൊണ്ട് പ്രേമിക്കുന്ന ആളെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. പ്രേമിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കുറേ നാളെങ്കിലും ഒന്ന് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിതാവസാനം വരെ ചിലവഴിച്ചല്ലേ മിക്കപ്പോഴും അത് ബോറായിരിക്കും. അതെന്താ അമ്മൂമ്മ അങ്ങനെ പറയാൻ? അല്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച പല ആൾക്കാരുടെ ജീവിതം സക്സസ് അല്ല. അതുകൊണ്ട് പ്രേമിക്കുമ്പോൾ അസലായി അങ്ങ് പ്രേമിക്കുക. പക്ഷേ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, അബദ്ധങ്ങളൊന്നും പറ്റരുത്. എന്ന് വെച്ചാൽ ഡേറ്റ് തെറ്റരുത്. 2, ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ അവന്മാരുടെ കൂട്ടുകാരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ട് അവസാനം അത് വലിയൊരു പ്രശ്നമായി തീരരുത്. കാര്യം, ചില ആളുകൾ ചതിയന്മാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ആളുകളില്ലാത്ത റൂമുകളിലോ വീടുകളിലോ അപരിചിതമായ സ്ഥലങ്ങളിലോ ഒന്നും പോകരുത്. കാര്യം, ഒരു പെൺകുട്ടിക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അതോർക്കണം. അതുകൊണ്ട് പ്രേമിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പ്രേമിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പ്രേമിക്കാൻ. അതെ, അന്ധമായ പ്രേമം ഒട്ടും നല്ലതല്ല. നിനക്ക് അങ്ങനെ പ്രേമിക്കാൻ പറ്റുമെങ്കിൽ പ്രേമിച്ചോ, പക്ഷെ കല്യാണം കഴിക്കണമെന്ന് ആരോടും പറയാൻ പാടില്ല. കാരണം ഒരു പ്രേമം എത്ര നാളെ നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ പ്രേമം പൊട്ടിപ്പോയേക്കാം. പക്ഷേ അമ്മൂമ്മ പ്രേമിക്കാതെ അമ്മൂമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെ അറിയാം? എടീ, ഞാൻ ഒരു ടീച്ചറാണ്. ഞാൻ ഒത്തിരി നാൾ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിൽ വളർന്നെങ്കിലും എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് കുറേ വർഷമായി. നിനക്കറിയാമോ? അങ്ങനെ സർവീസിലിരിക്കുമ്പോഴാണ് മരിച്ചു പോയത്. ആ ജോലിയാണ് നിന്റെ അച്ഛന് കിട്ടിയത്. അപ്പം അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു? ഓ, അത് കഴിഞ്ഞെന്താ? അപ്പോഴേക്കും കുട്ടികളൊക്കെ മുതിർന്ന ആളുകളായില്ലേ. പിന്നെ ഞാൻ ജോലിക്ക് പോയി. അതുമാത്രമല്ല, ഒരു വട്ടം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറും അങ്ങേരെ ചെറുപ്പക്കാരനാണ്. ഞാനപ്പോഴേക്കും ഹെഡ് മിസ്ട്രസ്സായി. അവനാണെന്നുണ്ടെങ്കിൽ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. കാറൊക്കെ ഉണ്ട്. ഒരു വട്ടം എന്നെ കൊണ്ട് വിട്ട് വീടിൻ്റെ പടിക്കൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്നു. ആ ഒരു ചെക്കനെ കണ്ടിട്ട് എൻ്റെ മൂത്ത മോൻ, നിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അമ്മേ, ഇവൻ്റെ കൂടെ എന്തിനാണ് കാറിൽ വന്നത്? അമ്മയ്ക്ക് തനിയെ വന്നുകൂടെ? അല്ലെങ്കിൽ പുതിയൊരു കാർ എടുത്തുകൂടെ? എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് പേടിയില്ലേ മോളെ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല കാർ മേടിക്കുന്നത്. കാറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നിട്ട് അമ്മൂമ്മയുടെ അങ്ങേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ എന്നോട് വന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചതാണ്. തനിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ടീച്ചറെ, നമുക്ക് ഒന്ന് കാണണ്ടേ എന്നോട് ചോദിച്ചു. അങ്ങനെയൊക്കെ ഒരു ഹെഡ് മിസ്ട്രസിനോട് ഒരു അധ്യാപകൻ ചോദിക്കുമോ? അത് പിന്നെ ഞാനവനോട് എന്നും നന്നായി സംസാരിക്കായിരുന്നു. കാര്യം, എനിക്കുമുള്ളിലൊരു താല്പര്യമുണ്ടായിരുന്നു. എന്തായാലും അമ്മൂമ്മയുടെ ഈ കഥ കേട്ടിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിനകത്ത് ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട്. സത്യം പറ, അവൻ വന്ന് കണ്ടതേ ഉള്ളോ, ക്ഷണിച്ചതേ ഉള്ളോ? ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, സേഫായുള്ള സ്ഥലങ്ങൾ നോക്കി പോകണമെന്ന് അമ്മൂമ്മ എന്നെ ഉപദേശിച്ചു. അതുപോലെ സേഫായ സ്ഥലത്തേക്ക് അമ്മൂമ്മ പോയെന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹം. ഏയ്, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിലും ഞാനങ്ങനെ പോകില്ല. ഞാൻ ആ ടൈപ്പല്ല. എന്തോ എനിക്ക് നല്ല ഡൗട്ട് തോന്നുന്നു. സത്യം പറ അമ്മൂമ്മേ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എടി, അങ്ങനൊന്നുമില്ല. എന്നാലും അത് പിന്നെ ഒരു വട്ടം മാത്രം. കാര്യം,
ഒരു വട്ടം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി മോളെ. അന്ന് എൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരവസരം എനിക്ക് തുറന്ന് കിട്ടിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ഇറങ്ങി വരുന്നത് ഒരാൾ കണ്ടു. നിൻ്റെ അച്ഛനോടത് പറയുകയും ചെയ്തു. അവനെന്നെ വിലക്കി. ഞാൻ പറഞ്ഞു ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാണെന്ന്. അപ്പോഴേക്കും അവൻ ചാടിത്തുള്ളി. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തി. അതോടുകൂടി അതങ്ങ് നിന്നു. അത് മാത്രമല്ല, ആ ചെക്കനോട് പോയി എന്തൊക്കെയോ നിൻ്റെ അച്ഛൻ പറയുകയും ചെയ്തു. അവനൊരു സൈക്കോ അടി. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയാണ്. അവന് വല്ല കഴിവുണ്ടോ? അതുമില്ല. അത്രയൊരു ടൈപ്പാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ശരിയാണ്, എൻ്റെ കാര്യത്തിലും അനാവശ്യമായ ഓവർ കൺസേൺ ആണ്. എന്തായാലും എൻ്റെ പൊന്നുമോളെ, നീ അവനെ നോക്കിയിരിക്കരുത്. എൻ്റെ ലൈഫ് പോലെ നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാകരുത്. പക്ഷേ ഞാൻ പ്രേമിച്ചു കഴിഞ്ഞാൽ ആ ആളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ അമ്മൂമ്മേ? അതിനെന്താടി, നീ വിളിച്ചോണ്ട് വാ, ഒരു പ്രശ്നമില്ല, ഞാനിവിടെ ഉണ്ട്. അത്യാവശ്യ സല്ലാപങ്ങളൊക്കെ നിനക്ക് ഇവിടെ നിന്നാകാം. ഞാൻ ഒരു മോഡേൺ അമ്മൂമ്മയായിട്ട് നീ കരുതാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മുന്നിലുള്ള വെല്ലുവിളി ഇപ്പോൾ ഉള്ള ബാച്ചിൽ നിന്ന്, കോളേജിൽ നിന്ന് ആരെ പ്രേമിക്കും? തൽക്കാല ഓഫറുകളൊന്നുമില്ല. പക്ഷേ നല്ല ചെക്കന്മാർ ഇഷ്ടം പോലുണ്ട്. എൻ്റെ സീനിയേഴ്സായിട്ടുമുണ്ട്, അല്ലാതെയുണ്ട്. ചിലരൊക്കെ എന്നെ നോക്കി ചിരിക്കാറുണ്ട്. ഇനി ഞാൻ നല്ല എക്സ്പ്രസ് ചെയ്ത് ചിരിക്കും. ആരെങ്കിലും എന്നോട് ഇങ്ങോട്ടൊന്ന് പ്രേമം പറയട്ടെ, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാനും ഒന്ന് കറങ്ങും, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. പക്ഷേ എന്ന് വെച്ച് അമ്മ പറഞ്ഞ പോലെ ഞാൻ അവരുടെ കൂടെ റിമോട്ട് പ്ലേസിലൊന്നും പോകില്ല. എനിക്ക് പേടിയാണ്. ഇവിടെ വരാം, ഇവിടെ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പല സൈഡിൽ നിന്നും പ്രേമം വന്നു. അതിൽ ഏറ്റവും നല്ലൊരാളെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. തൽക്കാലം വിവേക് എന്ന് വിളിക്കാം. പുള്ളി എൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിലെ കൺസെപ്റ്റുകളൊക്കെ തുറന്നു പറഞ്ഞു. അവൻ എന്തിനു വേണമെങ്കിലും റെഡിയാണ്. പിന്നെ അമ്മൂമ്മ പറഞ്ഞ കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞു ഓക്കെ, നമ്മൾ അടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ കൊണ്ടുവന്ന് അമ്മൂമ്മയെ കാണിച്ചു. അമ്മൂമ്മയ്ക്ക് വിവേകിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം മോളെ, സൂപ്പർ സെലക്ഷനാണ്. ഇവനെ കല്യാണം കഴിക്കാൻ പറ്റിയാലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പാവമാണ്, നീ പറന്ന പോലെ നിൽക്കും. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ നല്ലതാ മോളെ. കാര്യം നമ്മൾ കെട്ടിയിട്ട ചരടിൽ അവിടെ കിടന്ന് തുള്ളണം, അല്ലാതെ നിൻ്റെ അപ്പൂപ്പൻ്റെ കൂട്ടാകരുത്. നോക്കാം അമ്മൂമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ അനുവദിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ചോദിച്ചെന്താ? നിൻ്റെ സാറില്ലേ, എൻ്റെ പഴയ സ്റ്റുഡൻറ്റ്, അവൻ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. അതിനെന്താ സാറ് വരട്ടെ, നമുക്ക് നല്ലൊരു ഉച്ചയൂണ് കൊടുക്കാം. ഉച്ചയൂണ് മാത്രമല്ല മോളെ, അവനാണെങ്കിൽ എന്നോട് കുറേ നേരം സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ സംസാരിച്ചോട്ടെ. എടി നീ എന്താടി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവനോട് പണ്ടേ ഒരു ആരാധനയും ഇഷ്ടവും ഉണ്ടായിരുന്നു പോലും. അത് കൊള്ളാം, അത് പണ്ടല്ലേ, അന്ന് അമ്മൂമ്മ ചെറുപ്പം, അങ്ങേരും ചെറുപ്പം. ഇപ്പം അങ്ങനെയല്ലല്ലോ, അമ്മൂമ്മയ്ക്ക് പ്രായമായി, അങ്ങേർക്കും ഏകദേശം നല്ല പ്രായമുണ്ട്. അതിന് നിനക്കെന്താടി? അവൻ ഈയിടയ്ക്ക് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? പണ്ട് അവൻ എന്നെ ഓർത്ത് എന്ന് പറഞ്ഞ് അമ്മൂമ്മ രഹസ്യമായി എൻ്റെ കാതിൽ പറഞ്ഞു. അത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. കൊള്ളാം, സ്റ്റുഡൻറ്റ് പീരീഡിൽ കുരുത്തക്കേട് കാണിച്ച ഒരാൾ ഇപ്പോൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അതെന്താടി, അവർ മനുഷ്യരല്ലേ? ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മാതൃകയാണെന്ന് പറയും, എന്നാലും അവർ മനുഷ്യരല്ലേ? എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട. അവനോട് വരുമ്പോൾ നീ ഒന്നും അറിയാത്ത പോലെ ഭാവിച്ചാൽ മതി. അത് കൊള്ളാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പാലമാണ്. എൻ്റെ കാമുകന്മാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മൂമ്മ കണ്ണടച്ചോളും. അമ്മൂമ്മയുടെ കാമുകൻ വരുമ്പോൾ ഞാനും കണ്ണടയ്ക്കണം, അതല്ലേ? അപ്പം അമ്മൂമ്മ എൻ്റെ കവളിൽ നിന്നുള്ളി. എൻ്റെ കൊച്ചുമോള് മിടുമിടുക്കിയാണ്, അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ വിവേകിന് ആ ധൈര്യമൊന്നും ആയിട്ടില്ല. ധൈര്യമാകുമ്പോഴേക്കും അവൻ്റെ കാര്യം ഓക്കെ ആക്കാം. അമ്മൂമ്മയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നോട്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ശരി മോളെ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ പഴയൊരു സ്റ്റുഡൻറ്റിനെ കാണുന്നത്. അത് കൊള്ളാം. പഴയ സ്റ്റുഡൻസ് നേരത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ലടി, എന്നോട് പല സ്റ്റുഡൻസും പിന്നീട് കുറച്ച് മുതിർന്നപ്പോൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഞങ്ങളുടെ ഒരു സ്വപ്ന റാണിയായിരുന്നെന്നും. എന്നാലും അങ്ങനെയൊക്കെ സ്റ്റുഡൻസ് പറയുമോ? നിനക്കറിയില്ല, ധൈര്യമുള്ള ആണുങ്ങൾ ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയും. എന്നിട്ട് അന്നേരമൊക്കെ അമ്മമ്മ എന്തു പറഞ്ഞു? ഞാനതിന് ചിരിച്ചു. കാര്യം ഞാൻ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, സിറ്റുവേഷൻ അതെനിക്ക് എതിരായിരുന്നു. ഇപ്പോൾ എൻ്റെ മോനും ഭാര്യയും മക്കളും ഒന്നും ഇവിടെ ഇല്ല.
അവരില്ലാത്ത സമയത്തെങ്കിലും എനിക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ മോളെ? അത് കറക്റ്റാണ്. പക്ഷേ പ്രായം കൊണ്ട് ഈ സർക്കസിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ അമ്മൂമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പൊടി, നിനക്കെന്നെ പറ്റി ഒന്നും അറിയില്ല. അതെ, ഒന്നും അറിയില്ല. ആകെക്കൂടി ഒരു കഥയിലെ അമ്മ പറഞ്ഞുള്ളൂ, പല കഥകളും കാണും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ആ അങ്ങനെ കാണുമായിരിക്കും, നിനക്കെന്താ, നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഞാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാം. വന്നോട്ടെ, പൊയ്ക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ കാര്യത്തിലും ആരും ഇടപെടാതെ ഇരുന്നാൽ മതി പറഞ്ഞു. ആരും ഇടപെടാൻ വരില്ലേ മോളെ എന്ന് പറഞ്ഞാണ് അമ്മമ്മ എൻ്റെ വിശ്വാസത നേടിയെടുത്തത്. അങ്ങനെയാണ് എൻ്റെ ടീച്ചർ അവിടെ വരാൻ തുടങ്ങിയത്. അദ്ദേഹം പലപ്പോഴും വൈകുന്നേരമാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വെളുപ്പിനെ എപ്പോഴോ പോകും. ഞാനാണെങ്കിൽ എൻ്റെ മുറിയിലിരിക്കും. അത്താഴം ഒന്നിച്ചാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകും. പിന്നീട് അവിടെ എന്ത് നടക്കാന്നുള്ളത് എനിക്കറിയാമെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്യില്ല. അദ്ദേഹത്തോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എന്നോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിവേകിനോട് പറയുന്നുണ്ട്. വിവേകിനാണെങ്കിൽ എന്നോട് കൊണ്ടുപിടിച്ച് സ്നേഹമാണല്ലോ. ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരമൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കില്ല. അവനോട്ട് അങ്ങനെ സംസാരിച്ചിട്ടുമില്ല, പറയാറുമില്ല. എങ്കിലും സംസാരമുണ്ട് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. വേറെ പല കാര്യങ്ങൾക്കും അവൻ നിർബന്ധമൊന്നും ചെലുത്തുന്നില്ല. കുറച്ച് മാന്യനാണെന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് അവനോട് നല്ല പ്രേമം തോന്നിയതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. പക്ഷേ ഞങ്ങളുടെ സാറിൻ്റെ ഇവിടുത്തെ വരുത്തുപോക്ക് കഥകളൊക്കെ ഞാൻ മിക്കവാറും പറയും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ പറയും, ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് തിരിച്ചോരോ കാര്യങ്ങൾ പറയും. ഞാനും അത് പറഞ്ഞ് ചിരിക്കും. എന്നാലും ഈ പ്രായത്തിൽ നിൻ്റെ അമ്മൂമ്മ കൊള്ളാം എന്ന് പറയുമ്പോൾ അങ്ങനെ വേണം പ്രായമായാലും എന്ന് പറഞ്ഞ് ഞാൻ അമ്മൂമ്മയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവനാണ് എന്നോട് പറഞ്ഞത്, നീ വെറുതെ മുറിയിലിരുന്നാൽ പോരാ, ഒന്ന് പോയി നോക്കടി. ഞാൻ പറഞ്ഞു, എനിക്ക് നാണക്കേടാ. അല്ല, നോക്കുമ്പോൾ മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിനക്ക് മനസ്സിലാകുന്നു. അവൻ്റെ നിർബന്ധം മൂലമാണ് ഞാൻ നോക്കാൻ പോയത്. നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രായത്തിൻ്റെ യാതൊരു വൈഷമ്യങ്ങളും ഏൽക്കാതെയുള്ള അമ്മൂമ്മയുടെ ആവേശം കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. പഴയ വീടായതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നോക്കാനുള്ള ഒരിട കിട്ടുന്നത്. പഴയ വാതിലുകളൊക്കെയാണ്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ നടക്കില്ല. പുതിയ വീടുകളിലൊന്നും അതിനൊരു സാധ്യതയില്ല. എന്തായാലും കാഴ്ചകളൊക്കെ ഞാൻ അവനോട് പറയാൻ തുടങ്ങി. കാഴ്ചകൾ കണ്ട് കണ്ട് എൻ്റെ മനസ്സ് മാറി തുടങ്ങി. അത് പിന്നെ സ്വാഭാവികമായിട്ട് മാറുമല്ലോ. അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, എടി, അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ എനിക്ക് അയച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞത് വേണ്ട, ഡേഞ്ചറസ് ആണ്, പുറത്തു പോകുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പ്ലീസ് നീ മുഖമൊക്കെ സ്ക്രാച്ച് ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതിയെന്നും. അങ്ങനെ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. പക്ഷേ അതാദ്യമൊന്നും സക്സസ് ആയില്ല. പിന്നീട് ഒരു ദിവസം സക്സസ് ആകുന്നൊരു വഴിയിൽ ഞാൻ ഇത്തിരി നേരം ഒരു 30 സെക്കൻഡ് വീഡിയോയും പിന്നെ 2-3 ഫോട്ടോയും നല്ല ക്ലാരിറ്റിയിൽ എടുത്തു. അത് ഞാൻ അവന് ബ്ലറാക്കി അയച്ചു കൊടുത്തു. അവനത് കണ്ടിട്ടും, അയ്യോ മോളെ, എടി നീ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചു. അതൊക്കെ കണ്ട് അവന് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ മനസ്സ് മാറിപ്പോയ കാര്യം ഞാൻ അവനോട് പറഞ്ഞു. കണ്ട് മാഷിനോട് എനിക്ക് എന്തോ തോന്നുന്നു. അപ്പോൾ അവൻ്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിത്തിരിച്ചു. എടി, നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിനിപ്പോൾ ഇങ്ങനെയാകാമെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കൂടെ? നീ അതുകൊണ്ട് അദ്ദേഹത്തോട് സമ്മതഭാവത്തിൽ ചിരിച്ചാൽ മതി. പിന്നെ നിൻ്റെ അമ്മൂമ്മയോട് പറയൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്ന്. നീ എന്തായി പറഞ്ഞത്? നീയല്ലേ വരേണ്ടത്, ഞാൻ നിന്നെയല്ലേ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് മച്ചുവറായിട്ടില്ല. പക്ഷേ നിനക്കൊരാഗ്രഹം തോന്നിയല്ലോ, എന്തിനാണ് മോളെ മാറ്റിവെക്കുന്നത്? ഞാൻ ഫുൾ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു. കൊള്ളാം, കാമുകനും മോഡേണ്. പിന്നിപ്പോൾ ഞാൻ എന്തിനാണ് അത് മറച്ചു വെക്കുന്നത്? ഞാൻ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, അപ്പം വിവേക് വരില്ലേന്ന്. ഞാൻ പറഞ്ഞു, അവൻ മച്ചറായിട്ടില്ലെന്ന്. എൻ്റെ മോളെ, അവന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നീ സെലക്ട് ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മൂമ്മ എന്നോട് ചോദിച്ചു, അല്ല, എന്താണ് നിനക്കിപ്പോൾ ഇവനോട് ഭയങ്കര ഇൻട്രസ്റ്റ്, നിൻ്റെ മാഷിനോട്? ഞാൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ടെന്ന്. എടി കൊച്ചു കള്ളി എന്ന് പറഞ്ഞ് അമ്മൂമ്മ എന്നെ ഒന്ന് നുള്ളി. ആ, നിൻ്റെ ആഗ്രഹമല്ലേ, അവനാകുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല മോളെ, ഞാൻ വളരെ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മൂമ്മ എല്ലാം വിവരിച്ചു തന്നത്.
കണ്ട് കണ്ട് കൊതി കൊണ്ടുവന്ന് മാഡം ഇടയ്ക്ക് പറയാറില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എനിക്കും. അതുകൊണ്ട് അത് വളരെ സ്മൂത്തായിരുന്നു. അദ്ദേഹം എന്നെ പല പാഠ്യപദ്ധതികളും പഠിപ്പിച്ചു തന്നു. എനിക്കൊന്നും അറിയില്ലല്ലോ, അദ്ദേഹമാണ് എൻ്റെ യഥാർത്ഥ ഗുരുനാഥനെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ സൗന്ദര്യമുള്ള എൻ്റെ കാമുകന്മാർ ആരെങ്കിലും വന്ന് എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ യഥാർത്ഥ ഗുരുനാഥൻ എന്നെ പാഠം പഠിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സൗഭാഗ്യവതിയായി തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ഒരു പ്രശ്നമില്ലാതെ പോവുകയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിവേകിനോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ എന്നെ പ്രോത്സാഹിപ്പിക്കും. അമ്മയ്ക്കും മകൾക്കും ഒന്നെന്ന് കേട്ടിട്ടുണ്ട്, അമ്മൂമ്മയ്ക്കും കൊച്ചുമകൾക്കും ഒന്നെന്ന് കേട്ടത് ആദ്യമാണെന്ന് പറഞ്ഞ് അവൻ എന്നെ കളിയാക്കും. എന്നാലും നിന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ലേ, നിനക്കെന്താ ഇങ്ങോട്ട് വന്നാൽ എന്ന് പറയും. അവൻ പറയും സമയമായിട്ടില്ല, മച്യൂരിറ്റി ആയിട്ടില്ല എന്നൊക്കെ എന്നോട് പറയും. നിനക്കെന്താ കുഴപ്പമുണ്ടെന്നാണ് അമ്മമ്മ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറയുകയാണ്, അതേടി എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്ത്രീകളെ പ്രേമിക്കാൻ താല്പര്യമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് താല്പര്യം. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും സ്ത്രീകളോടില്ല, അവന് മറ്റ് ചില കാര്യങ്ങളോടാണ് താല്പര്യം. എന്നോട് പറഞ്ഞത് മാഷിനെ അവനൊരു നോട്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് മറ്റിഷ്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നെന്നും. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം അതൊക്കെ കോമൺ അല്ലേ, സ്വാഭാവികമല്ലേ, ആണും പെണ്ണുമൊക്കെ അത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. ആണുങ്ങളും സ്ത്രീകളും ഒക്കെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ലോകമല്ലേ. നിനക്കിപ്പോൾ എൻ്റെ കാര്യം മനസ്സിലായല്ലോ, നിന്നെ ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് നീ മാഷിനോടൊന്ന് പറയണം എൻ്റെ കാര്യമൊന്ന്. ഞാനിങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് ഇത്ര ഇഷ്ടങ്ങളുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെ പറയാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ പറഞ്ഞു നോക്ക്, ഒത്താൽ നമുക്ക് 3 പേർക്കും കൂടി കുമ്മിയടിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം മടിച്ച് മാഷിനോട് പറഞ്ഞപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, ഈ വണ്ടിയിൽ പെട്രോളും ഓടും ഡീസലും ഓടുമെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ലോകം ഒത്തിരി മാറിപ്പോയിരിക്കുന്നു. പിന്നെ സൗന്ദര്യമുള്ള ആണുങ്ങളൊന്നുമില്ലേ, അവരിപ്പോൾ പെണ്ണുങ്ങളുടെ പുറകെയല്ല നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മാഡം. ആകെക്കൂടി കോമഡി സ്കിറ്റ് പോലെയാണ് എൻ്റെ അവസ്ഥ. എന്തായാലും അതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എഴുതുന്നത് മാഡം വിശ്വസിക്കുന്ന പോലും അറിയില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു സുന്ദരനെ തേടി കാമുകനാക്കാൻ പോയ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇത് കേട്ട് മാഡത്തിന് കോമഡിയായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്, ഇതിനകത്ത് കോമഡിയൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലും കോമഡിയായിട്ട് തോന്നിയേക്കും. പക്ഷേ പണ്ടത്തെ കാലത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതുപോലെ സമാന ചിന്താഗതിക്കാരെ കണ്ടെത്താൻ ഒത്തിരി പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ നമ്മൾ തെളിഞ്ഞു കാണുന്നത്. അതിന് കാരണം അവസരങ്ങൾ അത് കൂടി, എല്ലാ കാര്യങ്ങളും ആളുകൾ തുറന്ന് പറയാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സദാചാരം പറയാതെ തന്നെ എല്ലാത്തരം രീതികളും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമൂഹത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക കാര്യം തെറ്റാണ്, ഈ കാര്യം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആണും തമ്മിലോ പെണ്ണും തമ്മിലോ അതിൽ ആണും പെണ്ണും തമ്മിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിപ്പെട്ട ആളുകൾ തമ്മിലോ ഇഷ്ടമോ അടുപ്പമോ ഉണ്ടാകുന്നതിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം പറ്റുമെന്ന് നമുക്കറിയില്ല. ഒരാൾക്ക് തന്നെ 100 കണക്കിന് കൂട്ടുകെട്ടുകൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും അവിടെ എത്രത്തോളം സേഫാണ് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഈ പറഞ്ഞ മാഷിന് അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകന് എത്രത്തോളം കണക്ഷൻസ് ഉണ്ട്, എങ്ങനെയാണ് അങ്ങനെയുള്ള സ്വഭാവം ഒന്നും പോലും അറിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ സീറോയാണ്. നമ്മളെപ്പോഴും സേഫ്റ്റിയാണ് നോക്കേണ്ടത് മനുഷ്യന് ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി സദാചാരം. എന്നാലും ഇവിടെ നോക്കുമ്പോൾ സേഫ്റ്റി വളരെ കുറവായതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനതിനെ ഒരു നല്ല ഏതെങ്കിലും വശങ്ങളുള്ളൊരു കഥയായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഇത് കേട്ടിട്ട് ഓരോ ആളുകളും എന്താണോ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ സ്വരൂപിക്കട്ടല്ലേ, ഇതിപ്പോൾ എന്താ ചെയ്യുക.